താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം രാവിലെ പുറത്തുവന്നിരുന്നു. 1 മുതൽ 4 വരെയുള്ള പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് 24 ഇംപാക്ട്. താനൂർ കസ്റ്റഡി മരണക്കേസിൽ CBI ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സാഹചര്യ തെളിവുകൾ വിരൽ ചൂണ്ടിയത് പോലീസിലേക്കായിരുന്നു. താമിർ ജിഫ്രിയുടെ മരണം മുതൽ ഓരോ വിവരങ്ങളും 24 കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒടുവിൽ നീതി ലഭ്യമായതിന്റെ സന്തോഷത്തിലാണ് താമിർ ജിഫ്രിയുടെ കുടുംബം. താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പുറം സ്വദേശി താമിർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് CBI നടപടി. 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങളായിരുന്നു. അതീവ രഹസ്യമായാണ് CBI പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈകിയെങ്കിലും CBI നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി 24-നോട്. എന്തായാലും സന്തോഷമുണ്ട്. കാര്യം നമ്മളെ 9 മാസത്തോളമായി. ഇതുവരേക്കും അനിയൻ്റെ കേസിൽ യാതൊരു പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. മൊഴികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം ചെയ്തത്. വളരെയധികം സ്വാഗതാർഹമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി കുഴഞ്ഞു വീണ് മരിച്ചത്. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമിർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് FIR-ലുള്ളത്. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമിർ ജിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. 24-ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത്. താമിർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാളുടെ വെളിപ്പെടുത്തലും 24-ആണ് പുറത്തുവിട്ടത്. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി. ആദ്യം ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ കേസ് CBIക്ക് കൈമാറി. 24-ന്റെ ഇടപെടലിനെ താമിർ ജിഫ്രിയുടെ കുടുംബം അഭിനന്ദിച്ചു. പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചതുകൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, കാര്യം അഭിനന്ദിക്കുന്നു. പ്രതികളെ എറണാകുളം CJM കോടതിയിൽ റിമാൻഡ് ചെയ്തു. നീതി ലഭ്യമാക്കേണ്ടവർ പ്രതികളാകുമ്പോൾ നടപടിക്രമങ്ങളും വേഗത്തിലാക്കേണ്ടതുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനും ഇടിമുറികൾ ആവരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് താനൂർ കസ്റ്റഡി മരണം. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം 24. പൊതുജനം കഴുതയല്ല സാർ. ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ കേസായിരുന്നു താനൂരിലെ താമിർ ജിഫ്രിയുടെ കസ്റ്റഡി മരണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ താനൂരുകാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കേസിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടവർ തൃപ്തരാണോ? കാണാം ചില പ്രതികരണങ്ങൾ. അതായത് അന്ന് ആ വിഷയങ്ങൾ നടക്കുമ്പോഴേ പോലീസുകാർ അതിൽ കൃത്യമായിട്ട് പ്രതികളാണെന്നുള്ളത് അന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ വാർത്ത ചെയ്തത് തന്നെയാണ്. 24 അത് ഒരു വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീതി ലഭിച്ചത് ഇപ്പോഴാണെന്നുള്ളതാണ്. കാരണം ഈ പോലീസിലും ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനും ജനകീയ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നീതി ലഭിക്കുന്ന സ്റ്റേഷനായിട്ടൊന്നും പൊതുജനങ്ങൾ തോന്നിയിട്ടില്ല. പഴയ കാലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കേട്ടിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു അപകടം വന്നിട്ട് മരണപ്പെടണം പ്രശ്നമൊക്കെ. പിന്നെ അതിന് ശേഷം നമുക്ക് വന്നതെന്താ വെച്ചാൽ ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോലീസുണ്ട്. ആ ഒരു പോലീസിൻ്റെ ഇടയിൽ നിന്നും ഇത്തരം കുറച്ച് പോലീസുകൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊതുജനായ എനിക്കാണെങ്കിലും ആ ഫാമിലിക്കാണെങ്കിലും വലിയൊരു സങ്കടം തന്നെയാണ്. താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ CBI അറസ്റ്റ് നടന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. ഈ 4 പോലീസുകാരുൾപ്പെടെ എല്ലാ ഇതിൽ പ്രതികൾ ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഈ സ്വാഭാവിക മരണമായി അവസാനിക്കേണ്ട ഈ ഒരു കൊലപാതകം പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത 24 ഉൾപ്പെടെയുള്ള മാധ്യമ ധർമ്മത്തെയും ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.